കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുക്കാന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു കാര്യം ഇന്ന് നടന്നു. കള്ളന്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിച്ചു. ശ്വേത നടത്തിയത് ഒരു ഗംഭീര പ്രകടനം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കള്ളന്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിച്ച അത് പിന്നെ പോവത്തില്ലല്ലോ. അതിനുള്ള ഒരു നമ്പർ ആയിരുന്നു, ട്രിക്ക് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്വേത കൊണ്ടുവന്ന ആ മാണിക്കക്കല്ല് ഡയമണ്ട് ശ്വേത ഡെൻ റൂമിലാണ് വെച്ചിരിക്കുന്നത്. അവിടെ ജിൻഡോയുടെ റൂമാണ് അതിനുവേണ്ടി സെലക്ട് ചെയ്തത്. എന്നിട്ട് ആ മാണിക്കക്കല്ല് സംരക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചതോ ജിൻഡോയെയും. അവിടെ ശ്വേത ആ റൂമിൽ നിന്ന് പുറത്തു പോവുകയും അവിടെ റൂമിൽ ഇല്ലാത്ത സമയത്തും ഒക്കെ ആ മാണിക്കക്കല്ല് ആരെങ്കിലും മോഷ്ടിക്കുന്നുണ്ടോ എന്നുള്ളത് ഫുള്ളായിട്ട് നോക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് ജിൻഡോയാണ്. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട്, അല്ല സത്യത്തിൽ ഞങ്ങൾ ആ കല്ല് മോഷ്ടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യായിരുന്നു, അപ്പൊ ഞാനിതിപ്പോ എന്നെ ഏൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ശ്വേത പറഞ്ഞു, ഇപ്പൊ എന്തായാലും ഞാനിങ്ങനെ ഇത് സംരക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ആരോടും പറയണ്ട, അവിടെ മോഷ്ടിക്കാനുള്ള പ്ലാനിങ്ങിലൊക്കെ കൂടെ നിന്നോളൂ, പക്ഷേ ഞാനിവിടെ ഇത് കല്ല് ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങളെയാണ്, നിങ്ങൾ വേണം ഈ കല്ല് സംരക്ഷിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്വേത നടത്തിയത് നല്ലൊരു മൂവ് ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. കള്ളന്റെ കയ്യിൽ കൃത്യമായിട്ട് താക്കോൽ ഏൽപ്പിച്ചു. ഇനിയിപ്പോ എന്തായാലും കള്ളൻ കക്കില്ലല്ലോ എന്നുള്ളതാണ് ശ്വേതയുടെ നിലപാട്. അതിനു വേണ്ടിയിട്ടാണ് ശ്വേത ആ പരിപാടി ചെയ്തതും. എന്തായാലും സംഭവം കൊള്ളാമായിരുന്നു കേട്ടോ.